ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരം മധുരം കൃഷ്ണനാമം, മധുരം മധുരം കൃഷ്ണധ്യാനം, മധുരം മധുരം കൃഷ്ണഗീതം, മധുരം മധുരം കൃഷ്ണബോധം. സുന്ദര സുന്ദര കൃഷ്ണരൂപം ജയന്തു ജയന്തു കൃഷ്ണ കൃഷ്ണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 7. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവകളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാതി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. യുവതി ജഠരഖിന്നോ, യുവതി ജഠ ജ ഠ ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജഠര ഖിന്നോ, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിക്കണം. നോ ഖിന്നൻ, ന എന്നാണത്, ന എന്നല്ല, ന. ഖിന്നോ ജാതബോധോപ്യകാണ്ഡേ, ജാത ജന്ന് ജാത ബോ എന്നുള്ള ബ എന്ന് ബാലൻ എഴുതുന്ന ബ എന്നാണ്. ജാതബോധോ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവഗ്രഹ ചിഹ്നമുണ്ട്, പക്ഷെ നമ്മൾ ആ എന്ന് പറയേണ്ട. കുറേ ശ്ലോകങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ പഠിച്ചു. ബോധോ എന്ന് നീട്ടിയിട്ട് പ്യകാണ്ഡേ എന്ന് പറഞ്ഞാൽ മതി. ജാതബോധോപ്യകാണ്ഡേ, കാണ്ഡേ എന്നുള്ളത് ണ ഡ എന്നാണ്. ട ഠ ഡ മൂന്നാമത്തെ ഡ എന്ന് ചേർന്നതാണ്. ണന്നും ഡ എന്നും ചേർന്നതാണ്. അപ്പോൾ ഒട്ടും ഉറപ്പിക്കേണ്ടത് കാണ്ഡേ. പ്രസവഗളിതബോധ, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ അങ്ങനെ നിർത്തണം. പ്രസവഗളിത, വീണ്ടും അതേ ബ എന്നാണ്. ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പീഡയോല്ലംഘ്യ ബാല്യം, പീഡയാ ഉല്ലംഘ്യ ബാല്യം, അത് ചേർത്തിട്ട് പീഡയോല്ലംഘ്യ ബാല്യം. പീഡ, ഇവിടെ അതേപോലെ തന്നെ ഡ, ട ഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ്. പീഡയോല്ലം, ഒന്ന് ഊന്നി പറയണം. ഖ്യ, മേഘത്തിൻ്റെ ഖ എന്നാണ്. ഖ്യ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വീണ്ടും അതേ ബ എന്ന്. ബാല്യം, ല്യം നാവാള ചിഹ്നം മുറുക്കം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. പുനർ അഭി, അത് ചേർത്തിട്ട് പുനരഭി. ബദ, അതേ ബ, ബദ. മുഹ്യതി ഏവ, അതാണ് മുഹ്യത്യേവ, മുഹ്യതി ഏവ. താരുണ്യകാലേ, താരുണ്യകാലേ നീട്ടിയിട്ട് കപിലതനു, കപിലതനുർ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. എല്ലാ ശ്ലോകങ്ങളിലും പഠിച്ച പോലെ തന്നെ ലാസ്റ്റ് ലൈന് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. അങ്ങനെ വള്ളി നീട്ടിയിട്ട് വിസർഗം പറഞ്ഞ് നിർത്തണം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാതി. അടുത്തത് 8ാമത്തെ ശ്ലോകം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സ ച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂ
പഥാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. പിതൃസുരഗണയാജി. പിതൃ തൃ താന്നെഴുതിയിട്ട് പതിന്നുള്ളിൽ കൊടുക്കുമ്പോൾ തൃ. പിതൃസുരഗണയാജി ജ എന്നാണ്. ധാർമ്മികോ ധാർമ്മികോ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഒരു മീ എന്നുള്ളത് മെല്ലെ ഊന്നണം. 2 മാന്നുണ്ട്. യോ ഗൃഹസ്ഥ ഗൃ ഗ എന്നെഴുതിയിട്ട് പതിന്നുള്ളിൽ കൊടുക്കുമ്പോൾ അത് ഗൃഹസ്ഥ. അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. സ്ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സ ച നിപതതി നിപതതി കാലേ ദക്ഷിണാധ്യോപഗാമി. ദ എന്നുള്ളത് ദയുടെ ദ എന്നാണ്. ക്ഷി എന്നുള്ളത് ഒന്ന് നല്ലോണം ഊന്നി പറയണം. ദക്ഷിണാധ്വോ ധ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ധ്വോ നവള ചിഹ്നം ദീർഘങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ധ്യോപഗാമി നീട്ടിയിട്ട് മയി നിഹിതം അകാമം. നിഹിതം അകാമം അത് ചേർത്തിട്ട് നിഹിതമകാമം. നിഹിതമകാമം കർമ്മ. ഇവിടെ മാന്ന് ഒന്ന് ഊന്നി പറയണം. കർമ്മ തു ഉദക്പഥാർത്ഥം അത് ചേർത്ത് എഴുതുമ്പോൾ കർമ്മതൂദക്പഥാർത്ഥം എന്നാവും. തു ഉദക്പഥാർത്ഥം എന്നാണ്. പഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഋദ്ധം എന്നുള്ളതിൻ്റെ ഥ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. കപിലതനുർ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. വള്ളി നീട്ടിയിട്ട് വിസർഗം അങ്ങനെ നിർത്താം. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സ ച നിപതതി കാലേ ദക്ഷിണാധ്യോപഗാമി. മയി നിഹിതമകാമം കർമ്മതൂദക്പഥാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.